കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രാഹിം എന്ന കുരുന്നിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഈ ഒരു മുഹൂർത്തവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു അച്ഛൻ എന്ന നിലയിലാണ് താൻ സംസ്കാര ചടങ്ങുകൾക്ക് ഓടി എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് പോവുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ യാത്ര താൻ പാതി വഴിക്ക് ഉപേക്ഷിച്ച് ആലിനെ വിട പറയാൻ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആലിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും കുഞ്ഞ് ആലിൻ നമ്മുടെ മനസ്സിനും ഹൃദയത്തിലും ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. സ്വന്തം ജീവൻ നഷ്ടമായെങ്കിലും 4-5 പേർക്ക് പൊതുജീവിതത്തിന്റെ ലോകം തുറന്നുകൊടുത്താണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി ആലിൻ ചരിത്രത്തിൽ ഇടം നേടിയത്. കടുത്ത മനോവേദനയ്ക്കിടയിലും ആ കുടുംബത്തിന്റെ വലിയ മനസ്സ് നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയായി മാറുകയാണ്. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ കോയമ്പത്തൂർക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് പകുതി വഴി പിന്നിട്ടിരുന്നു. ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ശിവരാത്രിയുടെ ചടങ്ങുകളിൽ നിന്നും പിന്തിരിഞ്ഞ് ഇവിടേക്ക് വന്നത്. ഇവിടെ എത്രയും വേഗം എത്തിച്ചേരാൻ അദ്ദേഹം നൽകിയ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെയും കൂടി അനുശോചനങ്ങൾ അറിയിക്കുന്നു. ആലിൻ മോൾ ഇനി ദൈവമാണ്. ആ ദൈവത്തിന്റെ ആരാധക വൃന്ദത്തിന് മുന്നിൽ പ്രാർത്ഥനകൾ ചേർക്കുന്നുവെന്ന് അറിയിക്കുന്നു. ഡൽഹിയിൽ 6 വയസ്സ് പ്രായമായ ഒരു പെൺകുഞ്ഞും ഒഡീഷയിൽ 16 മാസം പ്രായമായ മോനുമാണ് ഇതുപോലെ ദൈവസന്നിധിയിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ കുഞ്ഞുമോളും നമ്മുടെ മനസ്സിലും നിത്യം വാഴും എന്നാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി അവിടെ പറഞ്ഞത്. എന്നാൽ കുഞ്ഞ് ആലിന് അരികിൽ വിങ്ങുന്ന ഹൃദയത്തോടെ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ വൈറലായപ്പോൾ നിരവധി പരിഹാസ കമന്റുകൾ ഉണ്ടായിരുന്നു. വോട്ടിനും ജനപ്രീതിക്കും വേണ്ടിയുള്ള അഭിനയമാണ്, ഇത് നാടകമാണ് എന്നൊക്കെയായിരുന്നു ആ കമന്റുകൾ. തീർത്തും തെറ്റായ മോശപ്പെട്ട ഒരു പ്രവണതയാണ് അങ്ങനെയുള്ള കമന്റുകൾ. സുരേഷ് ഗോപി ഒരിക്കൽ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ്. ആലിൻ്റെ അമ്മയെപ്പോലെ കരഞ്ഞ് തളർന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക അന്ന് നിന്നത്. 1.5 വയസ്സുള്ളപ്പോഴാണ് സുരേഷ് ഗോപിയുടെ മകൾ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. ആ ഒരു ട്രോമയിൽ നിന്ന് ഇതുവരെ കരകയറാൻ പറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം മുമ്പ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ്റെ മുന്നിൽ തൻ്റെ മകളെപ്പോലെ ഒരു പിഞ്ചുകുഞ്ഞ് കിടക്കുന്നത് കണ്ട അയാൾ ഒരു ഉമ്മ കൊടുത്തതിനെ കളിയാക്കിക്കൊണ്ട് അഭിനയം, നാടകം, പട്ടിഷോ എന്നൊക്കെ ചിലർ കമന്റ് ഇടുന്നത് മനുഷ്യത്വമില്ലാത്ത ഏർപ്പാടാണ്. ഞാൻ മരിച്ചാലും എൻ്റെ പട്ടടയിലെ ഭസ്മത്തിന് പോലും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള വേദനയുണ്ടാകുമെന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ മകളുടെ ഓർമ്മകളിൽ പല വേദികളിലും കണ്ണു നിറഞ്ഞ് സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പലതിനോടും വിയോജിപ്പുകളുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. എന്നാൽ ആലിൻ എന്ന കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തോട് നന്ദിയും ബഹുമാനവും മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപിക്ക് ആലിൻ്റെ മാതാപിതാക്കളുടെ സങ്കടം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. എളുപ്പത്തിലെന്നല്ല, പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും അവിടെ ആവശ്യമായിരുന്നു. അത് ഷോ ആണെന്നും അഭിനയമാണെന്നും പറയുന്നവർ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ്. അന്ധമായ BJP വിരോധം ഉള്ളവരാണ് അക്കൂട്ടർ. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും എന്നെന്നും അദ്ദേഹത്തിന് അതിനേക്കാൾ വലുത് തൻ്റെ മകളുടെ ഓർമ്മകൾ തന്നെയാണ്.